ഹലോ, ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാനാട്ടോ വന്നേക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ, ഒരു ചതുരം പോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 4 സൈഡിലും പശ വെച്ചിട്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന B7000ൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. ഇത് ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിക്കുകയാണ് നല്ലത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കതെന്തോ ഇഷ്ടമല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഫെവി ബോണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രണ്ടും നല്ല പശയാണ്. ഇതിൻ്റെ 18 പീസാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ 18 പീസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒരെണ്ണം താഴെ വെച്ചിട്ട് അതിൻ്റെ എല്ലാ കോർണേഴ്സിലും നമ്മളിതുപോലെ ഒരെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനത്തെ 2 പീസും പിന്നെ അതുപോലെ തന്നെ കോർണേഴ്സിൽ 3 ഒട്ടിച്ചിട്ടുള്ള 2 പീസുമാണ് നമുക്ക് കിട്ടുക ഈ 18 എണ്ണത്തിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ കമൻറ്റ് ഇട്ടപ്പോഴാണ് പറയുന്നത്, അതായത് ചിലവർ ചോദിക്കാറുണ്ട് വേറൊരു പണിയില്ലേന്ന്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊറോണ സമയത്താണ് ഇതിനൊക്കെ ലോക്ക്ഡൗൺ വന്നില്ല. ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്തേക്കുന്നത്. പാവ ചേട്ടന്മാരോടാണ് ഞാൻ പറയുന്നത്, ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ വെച്ചേക്കുന്ന പോലെ 4 എണ്ണത്തിൻ്റെ സെറ്റ് നടുക്കിലും പിന്നെ 3 എണ്ണത്തിൻ്റെ സെറ്റ് ലാസ്റ്റും വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കണം. പിന്നെ കളർ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ട് വീഡിയോ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ. 4 എണ്ണം നമ്മൾ സൈഡിൽ ഒട്ടിച്ചില്ലേ, അത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു കോൺ പോലെ വയ്ക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് അത് വയ്ക്കുക. പിന്നെ ഈ 2 സൈഡിലാണ്, ലാസ്റ്റത്തെ 2 അറ്റത്താണ് നമ്മൾ 3 എണ്ണം വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അത് കണ്ടോ ബ്ലാക്ക് പെയിൻ്റ് ആട്ടോ അടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അതാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബ്ലാക്കൊന്നും ഇഷ്ടമാണെന്നില്ല. ഇപ്പോൾ റെഡോ യെല്ലോ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. അപ്പോൾ ഏതായാലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണണമെന്നില്ല, സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ നമുക്കിപ്പോൾ ഇതും ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളിപ്പോൾ പറയുന്ന പോലെ വീഡിയോയിൽ ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളിതിപ്പോൾ ഞാനിതിപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം മോനൊക്കെ വെച്ച് വൈകുന്നേരമൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 3 ദിവസമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാ വീഡിയോയ്ക്കും. പിന്നെ നമുക്ക് ഈ ഒരു കോപ്പർ ഷെയ്ഡ് ഉണ്ടല്ലോ, അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും മറക്കല്ലേ.